കൺമോൻ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഹാപ്പിയല്ലേ? ഞാൻ ഹാപ്പിയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്നെന്തായിരിക്കും? ഇന്ന് Q&A. ഇന്ന് Q&A ആണ്. കുറേ നാളുകളായിട്ട് പല സ്ഥലത്തും പല ആൾക്കാരും ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള കുറച്ച് മറുപടികളാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാന്നും 180ഓളം കമൻസ് കണ്ടു, ക്വസ്റ്റ്യൻസ് കണ്ടു. പക്ഷേ എല്ലാത്തിനും പറയാനുള്ള സമയം കുറവാണ്. എന്നാലും കുറച്ച് പെട്ടെന്നുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. പിന്നെ ചിലതിനൊക്കെ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം. കുറച്ച് ചോദ്യങ്ങൾക്കൊക്കെ വീഡിയോ ആയിട്ട് ഒരു ലെങ്ത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ട് അത് ഞങ്ങൾ പുറകെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയണമെന്ന് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള മറുപടി നമ്മളിപ്പോൾ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യമാണേ. ചേച്ചി ദീർഘസുമംഗലി ഭവ. ചേട്ടൻ ട്രാൻസ്മെൻ ആണോ? പറ. ചോദിച്ച ആളോടാണ്. അല്ല, ചേട്ടൻ ട്രാൻസ്മെൻ അല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാൻ തയ്യാറായത് എങ്ങനെ? അതും ചേട്ടനോടാണ് കേട്ടോ. ഞാൻ ട്രാൻസ്ഫോൺ അല്ല. നമ്മൾ നോക്കിയപ്പോഴത്തേനും ഞാൻ അങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു ട്രാൻസ്ഫോൺ ആയിട്ട് ഞാൻ അങ്ങനെ ആണെന്ന് എനിക്കറിയായിരുന്നു. കണ്ടുമുട്ടിയപ്പോഴും അല്ലെങ്കിൽ പരിചയപ്പെടുകയും ആണെന്ന് അറിയായിരുന്നു. പിന്നെ ഇഷ്ടമല്ലേ, ഇഷ്ടം തോന്നുന്നു നമുക്ക് ആരോട് വേണം തോന്നാമല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ഒരാൾ, അതുകൊണ്ട് തന്നെ ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കണക്റ്റ് ആയത്. ചേട്ടൻ്റെ വീട്ടുകാർ ഈ വിവാഹ ആലോചനയോട് ആദ്യം എങ്ങനെയാണ് പ്രതികരിച്ചത്? അവർ ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ ഫാമിലിയോട് രണ്ടുപേരും ഡിസ്കസ് ചെയ്തായിരുന്നു ഈ കാര്യങ്ങൾ. വേണ്ടപ്പെട്ട ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അവർ ആദ്യമേ എതിർപ്പാണ് ആദ്യമേ പറഞ്ഞത്, വിയോജിപ്പാണ് ആദ്യമേ. സ്വാഭാവികമായിട്ടും ആരാണല്ലോ ഇങ്ങനൊരു ഇത് വരുമ്പോഴത്തേനും വിയോജിപ്പ് പറയുമല്ലോ. പിന്നെ എൻ്റെ ഫാമിലി പറഞ്ഞ്, എൻ്റെ പേരൻസിനോട് ഞാൻ പറഞ്ഞ് ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അഭിപ്രായം നോക്കി, എൻ്റെ ഇഷ്ടം നോക്കി. അപ്പോൾ എപ്പോഴാണല്ലോ എൻ്റെ ഇഷ്ടങ്ങൾക്ക് അവർ വാല്യൂ തരുന്ന ഒരാളാണ് അവരെൻ്റെ പേരൻസ്. അപ്പം മറ്റുള്ളവരുടെ കാര്യമൊന്നും നോക്കേണ്ട കാര്യമില്ല. പേരൻസ് ഓക്കെയാണ്, സമ്മതിച്ച്. നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നിൻ്റെ താല്പര്യം എങ്ങനെയാണോ ആ രീതിക്ക് പോട്ടെ കാര്യങ്ങൾ. അല്ലെങ്കിൽ അവർ ഓക്കെ ആയിരുന്നു. ഇവളെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ആ സമയത്ത്. ഇവളെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ അത് ഓക്കെ ആയതാണ്. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അവരാണെങ്കിലും പിന്നീട് അവർ ആദ്യമേ എന്നാണല്ലോ ഒരു വിയോജിപ്പ് വരും. അതിപ്പം മറ്റൊരു മാരേജിലാണെങ്കിലും വരുമല്ലോ. പിന്നീട് അവർ സംസാരിച്ച് അവരോടുള്ള ആൾക്കാർ പറഞ്ഞ് അവൻ്റെ താല്പര്യം എന്താണ്, അല്ലെങ്കിൽ അവന് എങ്ങനെയാണ് മുമ്പോട്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യം എങ്ങനെയാണ്, അത് നിങ്ങൾ കൂടെ നിൽക്കുക. അപ്പം അങ്ങനെ വന്നപ്പോൾ എല്ലാവരും സഹകരിച്ച് ഭംഗിയായിട്ട് തന്നെ കല്യാണം കഴിഞ്ഞു. ഓക്കെ, അടുത്തത്. ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി ഏറ്റവും ബ്ലെസ്ഡായി തോന്നിയ ഒരു മൊമെൻറ്റ്? ആസ് യൂഷ്വൽ ഞാൻ ഏറ്റവും ബ്ലെസ്ഡായിട്ട് തോന്നിയത് ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ഞാൻ പറയും എൻ്റെ സർജറി ടൈമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡായിട്ട് തോന്നിയെന്ന് ഞാൻ പറയും. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഞാൻ പറയും മാരേജാണ് എനിക്ക് ഏറ്റവും ബ്ലെസ്ഡായിട്ട് തോന്നിയ മൊമെൻ്റ് എന്ന് പറയും. പിന്നെ ഭയങ്കര വിഷമം വന്നൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒത്തിരി സ്നേഹിച്ചിരുന്ന സൗഹൃദങ്ങളാവട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, അവർ നമ്മളെ ഒറ്റപ്പെടുത്തുന്നതും പിന്നെ നമ്മളെ അകറ്റി നിർത്തുന്നതും, അങ്ങനെ ഒരു മൊമെൻ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ്, അടുത്തത് വീണ്ടും അത് തന്നെയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് ട്രാൻസ്മെൻ ആണോ? ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞല്ലോ. നിങ്ങളുടെ ഭാവി തീരുമാനം എന്തൊക്കെയാണ്? ഭാവി തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഭാവി തീരുമാനങ്ങൾ എന്താണ്? ഭാവി നമുക്ക് പറയാൻ പറ്റത്തില്ല. സത്യം, ഭാവി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പോട്ടെ, ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഭാവി പ്ലാനിങ് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. പ്ലാനിങ്ങിലൂടെ ഒന്നും അല്ലെങ്കിലും ഒരു ലൈഫ് മുമ്പോട്ട് പോകത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും. ലൈഫിലുള്ള നെക്സ്റ്റ് എന്താണെന്നുള്ളത്, നെക്സ്റ്റ് ഡേ എന്താണെന്നുള്ളത്. അല്ലാതെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയർ എന്താവും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും പ്ലാൻ ചെയ്ത് നമുക്ക് മുമ്പോട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട്
വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഫാമിലി ആയിട്ട് ഹാപ്പി ആണോ എന്ന്. തീർച്ചയായിട്ടും ഹാപ്പിയാണ്. എല്ലാവരും ഭയങ്കര, ഞാൻ വിചാരിച്ച പോലെയല്ല. കാരണം വേറൊരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ എനിക്ക് കുറേയൊക്കെ ഇങ്ങനെ ഇതുണ്ടായിരുന്നു. ചിലപ്പം അവർ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുക. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു 600% കല്യാണം കഴിച്ച് പോകുന്ന പോലെ അല്ല, ആസ് എ ട്രാൻസ് വുമൺ പോകുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നിന്നെ തുറച്ച് നോക്കുമായിരിക്കും, ഇങ്ങനെ അടിമുടി നോക്കുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ നോക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. സോ ജെന്യുവനായിട്ടാണ് എല്ലാവരും എന്നോട് പെരുമാറിയത്. വീട്ടിലാണെങ്കിലും അമ്മയായാലും അച്ഛനായാലും എല്ലാവരും വളരെ കൂളായിരുന്നു. സോ ഐ എം ഹാപ്പി. ഇനി അവിടെയാണോ നിൽക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ രണ്ടിടത്തുമായിട്ടാണ് ഇരിക്കേണ്ടായിരിക്കുക. അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. കാരണം ഇവിടെയാണ് ഓൾമോസ്റ്റ് എല്ലാ വർക്കും കാര്യങ്ങളും എല്ലാം ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണമല്ലോ, രണ്ടിടത്ത് നിൽക്കണമല്ലോ. സോ നമ്മൾ രണ്ടിടത്ത് നിൽക്കും അല്ലേ. അടുത്ത് ബേബി അഡോപ്ഷൻ പ്ലാനിങ് ഉണ്ടോ? തൽക്കാലം ഇല്ല. ഇല്ല, തൽക്കാലം ഇല്ല എന്നല്ല. എനിക്ക് ആക്ച്വലി കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. കുറച്ച് സമയമൊക്കെ കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ ഇഷ്ടമാണ്. ഒരു അഡോപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഭയങ്കര ഒരു എന്താ പറയുക, കുറച്ച് പ്രിപ്പയർ ആവേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അതിന് തൽക്കാലം ഇല്ല. അതിപ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കല്യാണം കഴിയുമ്പം തന്നെ ആ ഒരു ചോദ്യത്തിന് പ്രസക്തി എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത്, ചേച്ചിക്ക് കല്യാണത്തിന് എത്ര സ്വർണം ഉണ്ടായിരുന്നു അറിയാനാണ്. അത് വല്ലാത്തൊരു എന്താ പറയുക, നമ്മൾ മറ്റൊരാളുടെ ലൈഫിലേക്ക് ഇങ്ങനെ അവർക്ക് എത്ര സ്വർണ്ണമുണ്ട്, അവർക്ക് എത്ര കാശുണ്ട്, അത് നമ്മളെ പ്രൈവസി അല്ലേ. അത് നമുക്ക് എത്ര സാലറി കിട്ടും, അതൊക്കെ നമ്മുടെ പ്രൈവസി അല്ലേ. അപ്പോൾ ചേച്ചിക്ക് എത്ര സ്വർണം ഉണ്ടായി എന്നുള്ളത് ചേച്ചി ഒരു സീക്രട്ട് ആയിട്ടിരിക്കട്ടെ അല്ലേ. ചേച്ചി എന്തായാലും എല്ലാ സ്വർണ്ണമായിട്ട് ചേച്ചി പോയിട്ടില്ല. അത്യാവശ്യം ചേച്ചിക്ക് ഉള്ളതൊക്കെ ഉള്ളൂ അല്ലേ. സീമ ചേച്ചിക്ക് സുഖമല്ലേ? ഹണിമൂൺ എങ്ങോട്ട് പോകാൻ പ്ലാന്, പോകുന്ന സ്ഥലം വീഡിയോ ഇടാവോ? ചെറിയൊരു ഹണിമൂൺ കഴിഞ്ഞായിരുന്നു, ഒരു വൺ ഡേ. അത് വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇട്ടായിരുന്നു. അത് പോയത് ഇവിടെ പൊന്മുടിയാണ്. ഇനി നമുക്ക് പോകാൻ പ്ലാനിങ് ഒക്കെ ഉണ്ട്. സമയോചിതമായിട്ട് വീഡിയോ ഒക്കെ ഇടും, സമയം കിട്ടുകയാണെങ്കിൽ. ഓക്കെ, അടുത്തത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നെഗറ്റീവായിട്ട് എടുക്കരുത്. സീമ വിനീത് ഒരു ട്രാൻസ് വുമണും മാരേജ് ചെയ്ത ആൾ ആ കമ്മ്യൂണിറ്റിയിൽ പെടാത്ത സാധാ പുരുഷനും അല്ലേ? നിങ്ങളുടെ ലൈഫിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആരുമല്ല. പക്ഷേ മാരേജ് വീഡിയോസൊക്കെ കണ്ടപ്പോൾ തൊട്ട് ഒരു ഡൗട്ട്, സീമ വിനീത് മാത്രമാണോ ഈ മാരേജിൽ ഹാപ്പി? ഒരിക്കലും താൻ ഒരു പൂർണ്ണമായി ഒരു സ്ത്രീയല്ല. അതുകൊണ്ട് തന്നെ പാർട്ട്ണർക്ക് ഈ മാരേജിൽ ഹാപ്പി അല്ലേ? അത് എൻ്റെ ചോദ്യമല്ല, എന്നോടുള്ള ചോദ്യമല്ല, നിങ്ങളോടുള്ള ചോദ്യം. അത് കൊള്ളാം. ഞാൻ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ഈ ഒരു മാരേജിലേക്ക് ഞാൻ തന്നെ മുൻകൈ എടുക്കുമോ? അല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയതുകൊണ്ടാണല്ലോ ട്രാൻസ് വുമണാണെന്ന് അറിഞ്ഞും എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞതും അവളെ ഞാൻ ചേർത്ത് നിർത്തിയതും ഒക്കെ. അപ്പം ഞാൻ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ഈ മാരേജ് നടക്കുമോ? അല്ല, ഈ ഹാപ്പി ആണോ ചോദിക്കണം. മറ്റേ ബേബി എന്താ, ബേബി മോൾ മറ്റേ നമ്മളെ മറന്നുപോയില്ല, നമ്മുടെ കിട്ടിയില്ല. രംഗാണ് ഹാപ്പി അല്ലെന്ന് ചോദിക്കുന്ന പോലെ. രംഗാണ് ഹാപ്പി അല്ലേ? പുറമെ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് ഹാപ്പി അല്ലെന്ന് പറയാൻ? എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹാപ്പി ആണോ? നിങ്ങൾ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. എന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ വരത്തുള്ളൂ, എനിക്ക് മുഖത്ത് ഇങ്ങനെ വരത്തുള്ളൂ. അതിന്റെ ഉള്ളിലെ ഹാപ്പിനെസ്. ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ ഒരുപാട് അടികൂടുന്നത് അങ്ങനെയാണ്. എക്സ്പ്രഷൻ അതെ, ജനുവിലെ അങ്ങനെയാണ്. പുള്ളിക്കാരന്റെ ഒരു സ്ഥായി ഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് ഹാപ്പി അല്ല എന്ന് പറയരുത് കേട്ടോ. അടുത്ത്, രഞ്ജു അമ്മയെ കല്യാണം വിളിച്ചില്ലേ? വിളിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഡേറ്റ് എടുത്തപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റ് കുറിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ കല്യാണം ഏകദേശം അല്ലേ ഒരു 1 ഇയർ മുന്നേ തന്നെ നമ്മൾ ഡേറ്റ് എടുത്തതാണ്. അപ്പോൾ തന്നെ ആ ജോത്സ്യം തന്നെ ചോദിച്ചു എന്തിനാ ഇത്ര നേരത്തെ മുഹൂർത്തം കുറിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. നമ്മൾ നേരത്തെ തന്നെ, കാരണം എല്ലാം ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ നേരത്തെ തന്നെ ഡേറ്റ് എടുത്താണ്. അപ്പോൾ ഞാൻ ഡേറ്റ് എടുത്തപ്പോൾ 2 വ്യക്തികളോടെ പറഞ്ഞിട്ടുള്ളൂ. അത് രഞ്ജുമേനോടും സൂര്യമേനോടും 2 പേരോടാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വിളിച്ച സമയത്ത് രഞ്ജുമ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടാവില്ല, കല്യാണത്തിന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. സോ വന്നില്ല. സൂര്യമ്മ പങ്കെടുത്തു. ദാറ്റ്സ് ഇനഫ്.
വിളിക്കാണ്ടിരുന്നില്ല, കാരണം എനിക്ക് വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വിളിച്ചു. നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇന്ത്യയോടെ എങ്ങനെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയെങ്കിൽ പോവാ. അതെ, നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യണം, എൻജോയ് ചെയ്യണം, ലൈഫ് നല്ലൊരു പ്ലാനൊക്കെ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. യെസ്. സീമ എത്ര വർഷമായി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 14-15 വർഷത്തോളമായി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഇത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അതിലൊരു 2-3 പറയാം. 8 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 8നും പറയാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക സമയം നമുക്കില്ല. എന്നാലും ഒരാളെ ഒരു ക്വസ്റ്റ്യനൊക്കെ മറുപടി പറയാം. എന്നാലും ഒരു 2-3 പുള്ളിക്കാരിയുടെ സെലക്ട് ചെയ്ത് പറയാം. കൂടുതൽ എന്നോടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സോ വാട്ട് വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് യുവർ ട്രാൻസിഷൻ ഇമോഷണലി ഓർ സോഷ്യലി? എൻ്റെ ട്രാൻസിഷന് ഇമോഷണലി എന്ന് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് കൂടുതലും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് സോഷ്യലിയാണ്. എനിക്കത് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. ഇമോഷണലി ഞാൻ വളരെയധികം പ്ലാൻഡ് ആയിരുന്നു. സോ നെക്സ്റ്റ് വൺ, വാട്ട് ഇൻസ്പയർഡ് യു ബിക്കം എ മേക്കപ്പ് ആർട്ടിസ്റ്റ്? എന്നെ അങ്ങനെ ആരും ഇൻസ്പയർ ചെയ്തിട്ടല്ല ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്. സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ മേഖലകൾ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്ന കുറച്ച് നല്ലതാണെന്ന് തോന്നി. സോ ഞാനത് സെലക്ട് ചെയ്തു. അടുത്ത് എന്താ പറയുക, ഡു യു തിങ്ക് മേക്കപ്പ് ഹെൽപ്പ് യു ഇൻ യുവർ സെൽഫ് ലവ് ആൻഡ് ഐഡൻറ്റിറ്റി ജേർണി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ മേക്കപ്പ് മേഖല, എനിക്ക് തോന്നുന്നു മേക്കപ്പ് മേഖല നിങ്ങളുടെ സെൽഫ് ലവും അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ജേർണിയിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും, കാരണം സമൂഹത്തിൽ സോഷ്യലി എനിക്ക് കൂടുതൽ ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന ജോബാണ്. സോ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡിഡ് യു മീറ്റ് യുവർ ഹസ്ബൻഡ്? വാസ് ഇറ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ലവിൻ്റെയും ആ ഒരു ലവ് ജേർണിയുടെയും ഒരു എപ്പിസോഡായിട്ടല്ലേ, ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം. അതൊരു ലോങ് ജേർണി ആയതുകൊണ്ട് അത് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഒരുപാട് പേര് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ലവിനെ പറ്റിയിട്ടും എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തതെന്നും അതിനെ പറ്റിയിട്ടുള്ളൊരു ഇത് ചോദിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത്, ഡിഡ് യു ഫേസ് എനി ക്രിറ്റിസിസം ഓർ ചലഞ്ചസ് ആസ് എ ട്രാൻസ് വുമൺ ഇൻ എ റിലേഷൻഷിപ്പ്? ഹൗ ഡിഡ് യു ഹാൻഡിൽ ദം എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രിറ്റിസിസം അല്ലെങ്കിൽ ചലഞ്ചസൊക്കെ ട്രാൻസ് വുമൺ ആയതിൻ്റെ പേരിൽ ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ട്ണർ നമ്മളിൽ നിന്ന് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള വിധം നമുക്കത് പഠിച്ചു. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ. ഒരു ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും പല തിങ്ക് ഓഫ് കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ ഒരു പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതി എനിക്ക് അത് കുറേ ഇങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു. ഇനിയും കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വാട്ട്സ് യുവർ ഡ്രീം ഡെസ്റ്റിനേഷൻ ഫോർ എ റൊമാൻറ്റിക് ഗേറ്റ് വേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഡ്രീം ഡെസ്റ്റിനേഷൻ അങ്ങനെ നമ്മളിതുവരെ അങ്ങനെ എനിക്കും ഇല്ല പുള്ളിക്കും ഇല്ല. നമുക്ക് കുറച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യണം, യാത്ര ചെയ്യണം, അതൊക്കെയാണ് ഉള്ളത്. താങ്ക് യു. എനിവേ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് താങ്ക് യു. അടുത്ത നിങ്ങളുടെ ഏജ് പറയാമെന്ന് ചോദിക്കുന്നത്. ഏജ് ജസ്റ്റ് എ നമ്പർ. പിന്നെ ഞങ്ങൾ എൻ്റെ ഒരു സെയിം ഏജ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ. എന്നെ അറിയാം, ഓൾമോസ്റ്റ് അറിയാം, എൻ്റെ ഏജ് അറിയാം, എൻ്റെ ഫ്രണ്ട്സിനും. സോ ഞങ്ങൾ രണ്ടുപേരും സെയിം ഏജാണ്. അല്ലാതെ ഞാൻ ആൻറ്റിയും ഇത് മോനും അല്ല, ഇത് അങ്കിളും ഇത് മോളും അല്ല. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു നിങ്ങളെ നര കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ
കണ്ണൻ്റെ നര കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഉണ്ടായതാണ്. കാരണം നാട് വിട്ട് സീമയ്ക്ക് ഈ കിളവനെ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചു. നാട് വിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഇത് മാറും. അതുപോലെ തന്നെ എൻ്റെ ഇതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു, എന്താ അമ്മയും മോനും ആണോ ആൻറ്റി മോനും ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ആൾക്കാർ പലവിധമാണ്, പലതരത്തിൽ പറയും. പക്ഷെ ഞങ്ങൾ രണ്ടൊരു സെയിം ഏജാണ്. അടുത്തത് ചേച്ചിയുടെ മേക്കപ്പ് വീഡിയോ അതുപോലെ കുക്കിംഗ് വീഡിയോ ഒക്കെ സൂപ്പറാണ്. ഇപ്പോൾ ഒരു കുടുംബിനിയും എല്ലാം തന്നെ ഉത്തരവാദിത്വമുള്ള ജോലിയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ചേച്ചിയെ എപ്പോഴും ഹാപ്പിയായി കാണാറുള്ളൂ. നമ്മുടെ വിഷമങ്ങളും നമ്മളെ ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. സം ടൈം ചിലപ്പോൾ നമ്മളത് ഇമോഷൻ ചിലപ്പോൾ പ്രകടിപ്പിച്ചേക്കാം, എന്നാൽ കൂടി കുറച്ച് നമ്മുടെ ഫീലിങ്സ് എപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. താങ്ക് യു. ഇനി സീമ വിനീത് എന്നായിരിക്കുമോ അതോ പേര് മാറ്റുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. പേര് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം അതില്ല അല്ലേ? അതൊക്കെ ഒരു അതൊക്കെ ഓരോരുത്തരുടെ ഒരു താല്പര്യമാണ്. പിന്നെ പണ്ട് തൊട്ടുള്ള പറഞ്ഞ കല്യാണത്തിന് ശേഷം പേര് മാറ്റുന്നത്, ഭർത്താവിൻ്റെ പേര് മാറ്റും, അതൊന്നും കാര്യമില്ല. സീമ വിനീത് തന്നെയാണ്. സീമ വിനീത് തന്നെയാണ്. അത് തന്നെയല്ല അതിൻ്റെ ഭംഗി. അടുത്ത്, ഒരു ട്രാൻസ് വുമണും ഒരു സാധാരണ പുരുഷനും തമ്മിൽ വിവാഹം കഴിച്ചാൽ അത് എത്രത്തോളം സക്സസ് ആവും എന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താ അങ്ങനെ ഒരു സാധാരണ ആളും അസാധാരണ ആളും? ഞാൻ എന്നെ അസാധാരണമായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെ അസാധാരണമായിട്ട്? ചേട്ടന് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എതിർപ്പ് നേടേണ്ടി വന്നിട്ടുണ്ടോ? ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞു. സീമ ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു, ലവ് യു. ചേച്ചിയും ചേട്ടൻ്റെയും കൂടെ അബ്രോഡ് പോകുമോ? ഓഫ് കോഴ്സ് ഇല്ല, പോവില്ല. ചേട്ടൻ്റെ വീട്ടിലെ ഹോം ടൂർ ചെയ്യാവോ? തീർച്ചയായിട്ടും ചെയ്യും അല്ലേ? അത് നമ്മൾ പ്ലാനിങ്ങിലുള്ളതാണ്, ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫിൽ ഒരുപാട് സങ്കടങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. എല്ലാവരെയും പോലെ അതൊക്കെ എങ്ങനെ മറികടന്നു? അത് നമ്മളെ സാഹചര്യങ്ങളല്ലേ നമ്മളെ സങ്കടങ്ങളൊക്കെ മാറ്റി സന്തോഷം കൊണ്ടുവരുന്നതും സന്തോഷങ്ങളൊക്കെ മാറ്റി സങ്കടങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യമാണ്. അത് നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇരിക്കും. സോ ഞാൻ വെല്ലാറ്റ് ഹാൻഡിൽ ചെയ്തു, അത് മറികടന്നു. ചേച്ചിക്കുട്ടി ഇത്രയ്ക്ക് സ്ട്രോങ് ആവാൻ കാരണം ആ സങ്കടങ്ങളാണോ? ഒബ്വിയസ്ലി ആയിരിക്കാം ചിലപ്പോൾ. ആരെയും എന്താ ആരെങ്കിലും ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചവർ ഉണ്ടോ? വിഷമിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്നേഹിച്ചിട്ടുള്ള നമ്മളെ കൂടെ എപ്പോഴും കാണും എന്ന് വിചാരിച്ചിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ മറ്റുള്ള മനുഷ്യർ അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ചിട്ടുള്ളത് ഭയങ്കര നമ്മൾ ചേർത്ത് വെച്ച് ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല എന്ന് കരുതിയ സൗഹൃദങ്ങളാണ് വേദനിപ്പിച്ചിട്ടുള്ളത്. ചേച്ചിക്ക് നമ്മളെ വേണ്ടാത്തവരോട് എങ്ങനെ നിൽക്കണം എന്നാണ്. നമ്മളെ വേണ്ടാത്തവരോട് നമ്മൾ അകന്ന് നിൽക്കണമെന്ന് തന്നെയാണ്. കാരണം നമ്മളെ അങ്ങനെ നിൽക്കാൻ ശീലിക്കണമെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ ചില ബന്ധങ്ങൾ നമ്മൾ ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചാലും നമ്മളെ വിട്ടു പോകാത്ത ചില ബന്ധങ്ങളുണ്ടാവും. അത് നമ്മൾ ചേർത്ത് വയ്ക്കുക തന്നെ വേണം. ചേച്ചിക്ക് കണ്ണ ചേട്ടനും ഒരുപാട് ആശംസകൾ. ചേച്ചിയുടെ ഇപ്പോഴത്തെ ലൈഫിൽ ചേച്ചി ഹാപ്പിയാണോ? ഈ മൊമെൻ്റ് വരെ ഹാപ്പിയാണ്, ഇനി എന്താണെന്ന് അറിയില്ല. മനുഷ്യൻ്റെ കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷത്തിൽ ആരോടാണ് നന്ദി പറയേണ്ടത്? ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത് അല്ലേ? ചേട്ടന് ചേച്ചിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചേട്ടൻ്റെ ഫാമിലി സപ്പോർട്ട് എങ്ങനെയെല്ലാം? ചേട്ടന് ചേച്ചിയെക്കുറിച്ച് പറയാനുള്ളതൊക്കെ പറയും. ഇവളെക്കുറിച്ച് ഞാൻ എന്താ പറയാനുള്ളത്? ഇവളെക്കുറിച്ച് അറിയാവുന്ന ആ സമയം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെ ഇവളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവള് പെട്ടെന്ന് ദേഷ്യം എന്നാ സ്വഭാവമാണോ ഉദ്ദേശിച്ചത്? എന്നെ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ചേട്ടന് ചേച്ചിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല കുട്ടിയാണ്, നല്ലതായിട്ട് കുക്ക് ചെയ്യും, ഒക്കെ പോരെ. പിന്നെ എന്നാ പറഞ്ഞേ, ചേർത്ത് നിർത്തുന്ന ഒരാളാണ്. നല്ലപോലെ ദേഷ്യം വരും, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയും ഒറ്റയടിക്ക്.
പിന്നെ ചേട്ടൻ്റെ ഓഫ് കോഴ്സ് എൻ്റെ ഫാമിലി സപ്പോർട്ട് എന്തായാലും ഉണ്ടല്ലോ. ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഒരുമിച്ചതും ഒക്കെ ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഫാമിലി സപ്പോർട്ട് ചെയ്ത് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ നമ്മുടെ കല്യാണത്തിൽ ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത് ഫാമിലി എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് വെച്ചായിരിക്കണം നമ്മുടെ മാരേജ് എന്നാണ്. അങ്ങനെ സോ നടന്നു. ദൈവം ബ്ലസ് ചെയ്തു, അത് നടന്നു. താങ്ക് യു. ചേച്ചി കുക്ക് ചെയ്യുന്നതിൽ ചേട്ടൻ ഏറ്റവും ഇഷ്ടമായ ഫുഡ് പറ. അത് മീൻകറി തന്നെയാണ്. മീൻകറി മീൻ വറുത്താൻ കേട്ടോ. അടുത്തത് ഹൂ ഈസ് ദ വൺ ഹൂ ഗീവ് അപ്പ് ആഫ്റ്റർ എ ഫൈറ്റ്? ആരാണ് ഫൈറ്റിൽ ആദ്യം കോംപ്രമൈസ് ചെയ്ത് വരുന്നതെന്നാണ്. രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യാൻ രണ്ടും പേരും വരുമെന്നെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കണ്ണനാണ് കൂടുതലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് വരാറുള്ളത്. ഞാൻ കുറച്ച് ബലം പിടിച്ചൊക്കെ ഇരിക്കും, പക്ഷെ എൻ്റെ ഉള്ളിൽ കോംപ്രമൈസ് ചെയ്യാൻ പോണമെന്നുണ്ട്. പക്ഷെ പക്ഷെ വാശിക്കാരി ആയതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചിരിക്കും, പക്ഷെ വരും. കല്യാണം കഴിഞ്ഞ് ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും. അതെ. അടിപൊളിയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ കുറച്ചുകൂടി സീരിയസ് ആയി റിലേഷനിൽ, അതാണ് ഏറ്റവും ചെറിയൊരു മാറ്റം. കല്യാണം കഴിക്കാൻ പോണവർക്ക് ഉള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കല്യാണം നല്ലൊരു കാര്യമാണ്. ആലോചിച്ചും കണ്ടും നമുക്ക് യോജിച്ചു മനസ്സിലാക്കുന്നവരെ കല്യാണം കഴിക്കുക. മനസ്സിലാക്കുന്ന ആൾക്കാരെ നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഏത് നമ്മൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായാലും അല്ലെങ്കിൽ എന്തുണ്ടായി കഴിഞ്ഞാലും ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ മൊമെൻ്റ് ചേർന്നിരിക്കാൻ സാധിക്കുന്നവർക്ക് അല്ലേ സാധിക്കണം. അങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കണം. അടിപൊളിയാണ് കേട്ടോ. അടുത്തത്, ചേച്ചി സൂപ്പറാ, ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്, ചേച്ചിയുടെ വീഡിയോ എപ്പോഴും കാണാറുണ്ട്. ചേച്ചി ചേട്ടനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ചേട്ടൻ്റെ വീട്ടിലാണോ ഇപ്പോൾ താമസിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ കണ്ടുമുട്ടിയതിനെയൊക്കെ പറ്റിയിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് രണ്ടിടത്തുമായിട്ടാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്തായിരിക്കും, ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കും ആണുള്ളത്. ദെൻ കോട്ടയത്തേക്ക് 2 ദിവസം കഴിഞ്ഞാൽ കോട്ടയത്തോട്ട് പോകും. ചേച്ചി എൻ്റെ കണ്ണേട്ട ഹാപ്പി മാരീഡ് ലൈഫ്. എന്നെ കല്യാണം വിളിച്ചിട്ടില്ല കേട്ടോ. ലവ് സ്റ്റോറി പറയുമോ? ഈ റിലേഷന് ഫാമിലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു? നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ആ ചോദ്യം, ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ചേച്ചി ഇടയ്ക്കൊരു ന്യൂസ് കണ്ടിരുന്നു, ഈ കല്യാണം നിർത്തിവെച്ചു എന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് കാര്യം? അതോ സോഷ്യൽ മീഡിയ വെറുതെ ആക്കിയതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് നമ്മൾ സിംഗിളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം 2 തവണ ഞങ്ങൾ അങ്ങനെ ഒരു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യമുണ്ടായി എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യും. അടുത്ത, ചേച്ചി ഏതുവരെ പഠിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ചേട്ടൻ ഏതുവരെ പഠിച്ചു പറ. ഒരാളുടെ പഠിപ്പിലോ അല്ലെങ്കിൽ ഒരാളുടെ വിദ്യാഭ്യാസത്തിലോ കാര്യം. അതെ, ചേട്ടൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? നമ്മൾ ഒരാളുടെ, ഞാനൊരു കാര്യം പറയാലോ, നമ്മൾ ഒരാളുടെ കാശിലോ അല്ലെങ്കിൽ ഒരാളുടെ പഠിപ്പിലോ ഒരാളുടെ സൗന്ദര്യത്തിലോ ഒരാളുടെ ജെൻഡറിലോ ഒന്നും ഒരു കാര്യമില്ല. എങ്ങനെ നമ്മളൊരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള അനുസരിച്ചാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നമുക്ക് കുറേ കാശുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് കുറേ സൗന്ദര്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് കുറേ പഠിപ്പുണ്ടെന്നോ പറഞ്ഞിട്ട് ഈ ലൈഫിൽ ഒന്നും നേടാൻ പോകുന്നില്ല. നമ്മളെങ്ങനെയാണ് മനുഷ്യരോട് ഇടപഴകുന്നത്, നമ്മളെങ്ങനെയാണ് ഒരാളുടെ അടുത്ത് ഇരിക്കുന്നത്, അതിനനുസരിച്ചാണ് അല്ലേ. ഒരു ദിവസം അല്ലെങ്കിൽ അവരെ കണ്ടെങ്കിൽ പിന്നീട് അവർക്ക് നമ്മളെ ഓർക്കാനുള്ള എന്തെങ്കിലും സത്യം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം, നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെ ഞാൻ കണ്ടതാണ്. നമ്മൾ അടുക്കള കാണാൻ വരുമ്പോൾ ഉള്ള കണ്ണൻ്റെ വീട്ടിലേക്കുള്ള വഴീനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ഒരു കണ്ടായിരുന്നു, ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര മോശമായിട്ടൊരു കമൻറ്റ് ഇട്ടേക്കണ ഉണ്ടായിരുന്നു അല്ലേ. ഒരാളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയെ വെച്ചിട്ടാണോ നമ്മൾ എങ്കിൽ എത്രത്തോളം എങ്കിലും എൻ്റെ കുടുംബ വീട്ടിലേക്ക് പോകുന്ന വഴിയല്ലേ കാണാം, സെയിം ആണ്, പോകാൻ വഴിയില്ല. ഒരു ചെറിയ, അതും പല ആൾക്കാരുടെ വീട്ടുമുറ്റത്തും കൂടിയാണ് ആ കുടുംബ വീട്ടിലേക്ക് പോകുന്ന വഴിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ ഇവിടുത്തെ വീടാണല്ലോ റോഡ് സൈഡിലുള്ളത്, പക്ഷേ എൻ്റെ കുടുംബ വീട് ചെറിയൊരു വഴിയാണ്, അതുപോലെ തന്നെയാണ് അവിടെയും വളരെ അല്ലേ
പഴയ ഒരു വഴിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കാറ് പോകണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് വന്നിറങ്ങണം, അല്ലെങ്കിൽ കപ്പൽ വന്നിറങ്ങണം, അതിലൊന്നും അല്ല. വളരെ മോശമായിട്ട് നിങ്ങളുടെ കല്യാണം അത് കമൻറ്റിൽ പറഞ്ഞ അവർക്കൊക്കെ ജനിച്ചപ്പോൾ തന്നെ വീട്ടിലൂടെ വഴി ഉണ്ടായിരുന്നതാണോ? ആണോ? അല്ലല്ലോ. വഴിയൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടും വരുന്നതല്ലേ. ഒരാളുടെ വീട്ടിലേക്കുള്ള ആക്സസ് അത്രേ ഉള്ളൂ. അതെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കാറ് പോവും, ലോറി പോവും എന്നൊന്നും വിചാരിച്ചൊന്നുമല്ല ഒരു മനുഷ്യനും ജീവിക്കുന്നത്. നമ്മൾ പറയില്ലേ, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ ഈ പറയുന്ന വഴികളൊക്കെ ചിലപ്പോൾ അടഞ്ഞു പോയേക്കാം. ഈ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള വഴിയൊക്കെ ചിലപ്പോൾ പോയേക്കാം, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ചിലപ്പോൾ വീട് തന്നെ ഇല്ലാണ്ടായേക്കാം. അതൊന്നും അല്ല നമ്മൾ ഒരാളെ സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നതിനോ കല്യാണം കഴിക്കുന്നതിനുള്ള മാനദണ്ഡം കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കമൻ്റൊന്നും ഇട്ട് മറ്റുള്ള ആൾക്കാരെ ദയവ് ചെയ്ത് വേദനിപ്പിക്കരുത്. അടുത്ത്, ഹായ് സീമ ചേച്ചി, ആദ്യം തന്നെ രണ്ടുപേർക്കും വിവാഹ മംഗള ആശംസകൾ. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും വളരെ നല്ല ഒരു മാതൃകയാണ് സീമ ചേച്ചി ഇപ്പോൾ ജീവിക്കുന്നത്. അതുതന്നെയാണ് സീമ ചേച്ചി വ്യത്യസ്തയാക്കുന്നതും. ഈ ഒരു സാധനത്തിൻ്റെ പാതയിൽ ഒരുപാട് പേർ വന്നു പോയി കാണുമല്ലോ. എൻ്റെ ചോദ്യം, ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പരിചയപ്പെട്ട് ഇപ്പോൾ കുടുംബാംഗമായി മാറിയ സുഹൃത്താര്? ഓഫ് കോഴ്സ് ശ്രാവന്തിക ആൻഡ് നവമി. നേരെ തിരിച്ച് മോശമായ അനുഭവം ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് അനുഭവം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇതിൽ നിന്നും ഞാൻ വിട്ടു നിൽക്കുന്നതും. വൺ ബൈ ആയിട്ട് വർഷങ്ങളോളം അടുപ്പം ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്ന് വളരെ മോശമായ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് എന്താ പറയുക, പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അതും ചോദിച്ചിട്ടുണ്ട്. പുതുതായിട്ട് കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇൻഡിവിജ്വലായിട്ട് നിൽക്കുക, നമ്മൾ നമ്മളുടേതായ വഴിയിൽ യാത്ര ചെയ്യുക, നമ്മുടേതായ ഒരു ജോലി കണ്ടെത്തുക, വളരെ മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് നമ്മുടേതായ ഒരിടം സമൂഹത്തിലുണ്ട്. പിന്നെ ചേട്ടനിൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി, തിരിച്ച് ചേട്ടനും ചേച്ചിയിൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി. രണ്ടുപേർക്കും ഇനി ലൈഫിൽ എന്നിട്ട് രണ്ടുപേർക്ക് ലൈഫിൽ വേണമെന്ന് തോന്നിയ ക്വാളിറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മുമ്പേ പറഞ്ഞ കൂടുതൽ ക്വാളിറ്റി പറഞ്ഞായിരുന്നല്ലോ. ഇവളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ചേർത്ത് നിർത്തപ്പെടുന്നവർ, സ്നേഹിച്ചാൽ പിന്നെ ദേഷ്യപ്പെട്ടാലും അന്നേരമുള്ളൊരു ദേഷ്യമേ ഉള്ളൂ. അതൊക്കെ പിന്നീട് പെട്ടെന്ന് എന്നാ പറഞ്ഞ അത് ഏത് വ്യക്തികൾക്കും ഉള്ളതല്ലേ, ദേഷ്യം വരും, ദേഷ്യപ്പെടും. അതൊക്കെയാണ് അവളുടെ ക്വാളിറ്റി. എനിക്കിഷ്ടം തോന്നിയതും പറയും, എന്നാ പറഞ്ഞേ, പ്രതികരിക്കുന്ന ഒരു മനോഭാവമുള്ള ആളായതുകൊണ്ട് അത് ക്വാളിറ്റിയാണ്, നല്ലൊരു ക്വാളിറ്റിയാണ്. എനിക്ക് നിശാന്തിൽ കണ്ണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയൊരു പിണക്കം ഉണ്ടായിക്കഴിഞ്ഞാലും അത് കോംപ്രമൈസ് ചെയ്യാൻ വരുന്ന ഒരു നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാം ഓപ്പണപ്പായിട്ട് പറയാറുണ്ട്. സോ ഇത് എനിക്ക് അത് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. ഭയങ്കര നമ്മളെങ്ങനെ പറയില്ല, നമ്മൾ ഭയങ്കര ആനയാണ്, ചീനയാണ്, അല്ലെങ്കിൽ നമുക്ക് ചേനയുണ്ട്, മാങ്ങയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ബിൽഡപ്പ് ചെയ്യുന്ന സ്വഭാവമില്ല. അതെനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അടുത്തത്, പ്രിയപ്പെട്ട സീമ വിനീത്, ഞാൻ നിങ്ങളുടെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഇൻ്റർവ്യൂ ഉൾപ്പെടെ. ട്രാൻസ് വുമൺ മെൻ എന്നത് പണ്ടൊക്കെ ഒരു അനാവശ്യമായി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ബഹുമാനവും സ്നേഹവും തോന്നി. നിങ്ങളുടെ സ്ട്രഗിൾ, കടന്നു വന്ന ജീവിതം എല്ലാം ഒരു ഇൻസ്പിറേഷൻ തന്നെ. പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ചോദ്യം, ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർ പൊതുവേ തിരഞ്ഞെടുക്കുന്ന മേഖലയാണ് മേക്കപ്പ്. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ പറ്റിയൊരു മേഖലയാണ്. നമ്മൾ ആരുടെയും കീഴിൽ ഡോമിനൻ്റായിട്ട് നിൽക്കേണ്ട വേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പ്രവർത്തിക്കാം, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ചെയ്യാൻ കംഫർട്ടബിളാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളും ഇപ്പം ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ദാറ്റ്സ് ഇനഫ്. സീമക്കുട്ടി മോളെ എന്തുകൊണ്ടാണ് ഈ കല്യാണം ഇടയ്ക്ക് വേണ്ടാന്ന് വെച്ചത്? അതിൻ്റെ അത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളതൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. സ്ത്രീ എന്ന നിലയിൽ മാതൃത്വം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പരിപൂർണയായൊരു സ്ത്രീയാണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാനും ആഗ്രഹിക്കുന്നില്ല ആസ് എ ട്രാൻസ് വുമൺ. സോ എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, കുഞ്ഞുങ്ങളെ ലാളിക്കാനും താലോലിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ ഒരു കുഞ്ഞ് സ്വന്തമായിട്ട് വേണമെന്ന് ഈ മൊമെൻ്റ് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അടുത്ത്, പ്രൊഫഷൻ ഓഫ് യുവർ ഹസ്ബൻഡ്, ഹൗ യു മീറ്റ്, ഹൂ പ്രപ്പോസൽ ഫസ്റ്റ്, ലവ് സ്റ്റോറി, ഹാപ്പി മാരീഡ് ലൈഫ്. അത് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ പ്രപ്പോസ് ചെയ്തെന്നും എന്താണ് നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യും. അടുത്ത്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.
അല്ലേ? നല്ല ചോദ്യങ്ങളായിരുന്നു. നല്ല ചോദ്യങ്ങളായിരുന്നു. ഇതിൽ നമ്മൾ ഉത്തരം പറയാത്തത് രണ്ട് ക്വസ്റ്റ്യൻസിനാണ് ഉത്തരം പറയാത്തത്. നമ്മുടെ ലവ് സ്റ്റോറിയും അതുപോലെ തന്നെ നമ്മളെ ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻസ് അല്ലേ? ഇത് രണ്ടും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഹാപ്പിയാണോ? കൺമൂൻ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഹാപ്പിയല്ലേ? ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയല്ലേ? നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ബൈ ബൈ. ലവ് യു ആൾ.